ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തി ഇതുപോലെ ചെറിയ പീസസ് ആക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മളതിലേക്ക് വലിയ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2-3-4 കോഴിമുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ചപ്പാത്തിക്ക് പകരം കാലത്തെ നൂലപ്പം ഇടിയപ്പല്ലേ, അത് ഇതുപോലെ സ്ലൈസാക്കി വെച്ചിട്ട് അതും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്കൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പീസാക്കി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ചാട്ട് മസാല അല്ലെങ്കിൽ മാഗി നൂഡിൽസിൻ്റെ ഒക്കെ സാഷേ ഉണ്ടാവില്ലേ, അതൊക്കെ ഒരു പാക്കറ്റ് എന്തായാലും വീട്ടിലുണ്ടാവാണ്ടിരിക്കില്ല. അതൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാം. പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ടും കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റിയായ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്